we have the presidential address. Ladies and gentlemen, Mr. Joseph Matthew Itake. ഈ ഈസ്റ്റർ ആശംസയില ഈസ്റ്ററിന്റെ ഈ ആഘോഷവേളയിൽ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് പ്രധാനമായ ഒരു ചാരിറ്റി പ്രസ്ഥാനത്തിനാണ്. നിങ്ങൾക്കറിയാം, 47 വർഷമായി ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ നമുക്ക് നിരവധി കടമകളാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ആദ്യമായി ഇവിടെ മലയാളികൾക്ക് കുർബാന കാണാനോ മറ്റ് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നടത്തുന്നതിന് സ്വന്തം മലയാള ഭാഷ മുന്നില്ലായിരുന്നപ്പോൾ പള്ളിയുടെ കടമ നമ്മൾ ഏറ്റെടുത്തു. ഇപ്പോൾ നമ്മുടെ മലങ്കര സഭയിലും സിറോ മലബാർ സഭയിലും ലത്തീൻ സഭകളിലുമായി നിരവധി പള്ളികൾ മലയാളത്തിൽ നമുക്ക് കുർബാന കാണുവാനുള്ള ഒരു പേര് നമുക്ക് അവസരങ്ങളുണ്ടായി. അതിന് മുൻകൈയെടുത്തത് ഇന്ത്യ കാത്തലിക് അസോസിയേഷനാണ്. രണ്ടാമതായി നമ്മൾ നമ്മുടെ കടമ ചാരിറ്റിയിലേക്ക് തുടങ്ങി. ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ കാലെടുത്ത് വെച്ചു. നാട്ടിലെ നിരവധി വീടുകൾ വെച്ചു കൊടുക്കുന്നതിനും പാവങ്ങളെ സഹായിക്കുന്നതിനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മുൻപിൽ നിന്നു. ഇപ്പോൾ നമ്മൾ വേറൊരു പടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ചാരിറ്റി പ്ലസ് ഇവാഞ്ചലൈസേഷൻ. ഇങ്ങനെ 2 കടമയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ചാരിറ്റി പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മൾ ഒരു 10 എണ്ണത്തിന്റെ ലിസ്റ്റിലാണ് 2026 തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവാഞ്ചലൈസേഷന് സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ മുൻകൈയെടുക്കുന്നത് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒന്ന്, മിസിസാഗ രൂപതയിലെ കാനഡയിലെ അവരാണെങ്കിൽ വളരെ കഷ്ടപ്പെടുവാണ്. സാമ്പത്തികമായി അവർക്ക് പണപരമായി വലിയതില്ലെങ്കിലും നേതൃത്വം അവർക്ക് പള്ളികൾ സ്വന്തമായിട്ട് ഇന്നുവരെ തുടങ്ങാൻ അധികം സാധിച്ചിട്ടില്ല. അതിന് ഉള്ള സഹായം നമ്മൾ കൊടുക്കുവാൻ തുടങ്ങി. അതിലും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്, ഇന്ന് ഒരു പള്ളി ശംഷാബാദ് രൂപതയിലെ ഒരു പള്ളി 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുവാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സുവിശേഷവൽക്കരണത്തിൽ ഒരു ഭാഗം മുൻകൈയെടുക്കുവാൻ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മുന്നോട്ട് വന്നതിൽ ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനിക്കുകയാണ്. വളരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൂടിയാണ്, നിങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമാണ് ഇത് സാധിക്കുന്നത്. ഈ ചാരിറ്റി ഡിന്നറിൽ അവിടെ ഒരു ചാരിറ്റി ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ചാരിറ്റി ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യുന്ന ഏതൊരു ചെറിയ സംഭാവനയും, അത് വലുതാണ്, പലതുള്ളി പെരുവെള്ളം, ആ ചാരിറ്റി ബോക്സിൽ വീഴുന്ന ഓരോ തുകയും 100% ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ചുങ്കപ്പാറയിൽ പത്തനംതിട്ട ജില്ലയിൽ എബിഎച്ചനാണ് അവിടുത്തെ വികാരിയച്ചൻ. മലങ്കര സഭയിലെ ഒരു പള്ളിയിലെ വികാരിയച്ചനാണ് എബിഎച്ചന്റെ നേതൃത്വത്തിൽ. ആ പള്ളിയിലെ ഒരു വീടിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിലെ ചിത്രങ്ങൾ പിന്നീട് കാണും. ആ പണി ഓൾമോസ്റ്റ് പൂർത്തീകരിക്കുന്നു. അതിനുവേണ്ടി 5 ലക്ഷം രൂപ നമ്മൾ സംഭാവന ചെയ്ത് കഴിഞ്ഞു. പ്രസിഡന്റ് റോയി ആന്റണി, എൻ്റെ മുൻ പ്രസിഡന്റ് റോയി ആന്റണിയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻകൈയെടുത്തു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളാണ് ഞാൻ പിന്തുടരുന്നത്. അദ്ദേഹം വളരെ സുസ്ഥിരമായ ഒരു സേവനം ഈ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ 2 ടേമായി ചെയ്തു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിലാണ് ഞാനിത് പ്രവർത്തിക്കുന്നത്. ആ വീടിന്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത് കുറവലങ്ങാട് പഞ്ചായത്തിൽ കുറവലങ്ങാട്ട് ഇടവകയിൽ ഒരു വീട് ഷീബ എന്നൊരു പാവപ്പെട്ട സ്ത്രീക്ക്, ആ സ്ത്രീയുടെ ഭർത്താവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് മരിച്ചുപോയി. ഭാര്യയ്ക്ക് ക്യാൻസർ, മക്കൾക്ക് ഓപ്പൺ ഹാർട്ട് കഴിഞ്ഞു. അങ്ങനെ നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന അവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അവർക്ക് ഒരു തുണയായി ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മുൻകൈയെടുത്തിരിക്കുകയാണ്. ആ വീടിന്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ വീടിന്റെ പണി കട്ടള വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഭിത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ സംഭാവന നൽകിയ ഓരോരുത്തരെയും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന 3ാമത്തെ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴ മെഴ്സി ഹോമാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന ആരാധന സമൂഹത്തിൽ അവർക്ക് ഒരുപാട് ഓട്ടിസം ബാധിച്ച കുട്ടികളെ റീഹാബിലിറ്റേഷൻ സെന്ററാണ്. അവരുടെ കെട്ടിടം വർഷങ്ങളായിട്ടുള്ളതാണ്. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച് നാളെ മുതൽ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മെഴ്സി ഹോം ഉണ്ട്. ആ മെഴ്സി ഹോം കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്തപ്പോൾ, ഒരു കെട്ടിടം കൊളാപ്സ് ചെയ്തതിനനുസരിച്ച് ഗവൺമെന്റ് എല്ലാ കെട്ടിടങ്ങളുടെയും സുരക്ഷ
പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഈ മേഴ്സി ഹോമിന്റെ ചില ബിൽഡിങ്ങുകൾക്ക് ഇപ്പോഴും അതിന് ഇതില്ലാന്ന് അത് ഉറപ്പില്ലാത്ത ഒരു കെട്ടിടമാണെന്ന് അവർ സർട്ടിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കെട്ടിടം അവർക്ക് പൊളിച്ചു പണിയേണ്ടി വന്നു. അതിനുവേണ്ടി അവർ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. നിരവധി പാവങ്ങൾ അധിവസിക്കുന്ന അവർക്ക് നമ്മൾ ഓൾറെഡി 4 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് സ്നേഹതീരം. എല്ലാ വർഷവും നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. സ്നേഹതീരം ഒരുപാട് പേര് പുനലൂരിലെ വളക്കുടിയിൽ ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്ന, ഒരുപാട് പാവങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ വളക്കുടിയിലെ സ്നേഹതീരത്തിനും 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നവജീവൻ ട്രസ്റ്റ് എന്ന് പറയുന്ന തോമസ് ഏട്ടന്റെ നവജീവൻ ട്രസ്റ്റ്. ആ നവജീവൻ ട്രസ്റ്റിൽ ഒരുപാട് പാവങ്ങൾ അവർ താമസിക്കുന്നു. അതിനു പുറമെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതിന് കാത്തലിക് അസോസിയേഷൻ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഈ വർഷവും നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ സംഭാവന ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഹങ്കർ ഹണ്ടിന് ഞാൻ എല്ലാ പ്രാവശ്യം പറയാം, ഹങ്കർ ഹണ്ട്. ചെറുമേലച്ചന്റെ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ എന്നും അത്താണിയാണ്. അവർക്കൊരു വാൻ നമ്മൾ പിക്കപ്പ് ട്രക്ക് മേടിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ ചെറുമേലച്ചന്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ സംഭാവന കൊടുക്കുന്നു. കുറവിലങ്ങാട് വേറൊരു പദ്ധതിയുണ്ട്, അനുഗ്രഹ. ഒരുപാട് പാവങ്ങൾ ആർക്കും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് താമസിക്കുന്ന കുറേ പേരുണ്ട്. ആ കുറവിലങ്ങാട് അനുഗ്രഹ എന്ന് പറഞ്ഞ ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് നമ്മൾ 1 ലക്ഷം രൂപ സംഭാവന ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മുടെ പട്ടിക എങ്ങനെ നീണ്ടുപോവുകയാണ്. ഞാൻ ഏതെങ്കിലും വിട്ടുപോയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൂടെ വിട്ടുപോയി. അരികെ എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ഉണ്ട്. അരികെ എന്ന് പറയുന്ന പദ്ധതി ഞാൻ വളരെ അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. 1800 രൂപ ഒരു കുട്ടിക്ക് ഒരു മാസം വിദ്യാഭ്യാസ സഹായം കൊടുക്കും. അതായത് 18,000 രൂപയാണ് ഒരു വർഷം നമ്മൾ കൊടുക്കുന്നത്. അതായത് $200 കൊടുത്താൽ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ വിദ്യാഭ്യാസം നമ്മൾ സ്പോൺസർ ചെയ്യും. അവർക്കതൊരു വലിയ അനുഗ്രഹം. ഒറ്റ ഭർത്താവില്ലാതെയും മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയ സഹായമായി ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറവലങ്ങാട് അസോസിയേഷനുമായിട്ട് ഇതുവരെ നമ്മൾ കഴിഞ്ഞ വർഷം 17 പേരുണ്ടായിരുന്നു. കാത്തലിക് അസോസിയേഷൻ അതിന് പിന്നിൽ അണിനിരക്കുകയാണ്. അവരുടെ ലക്ഷ്യം 100 കുട്ടികളെയെങ്കിലും സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ തുക കൊണ്ട് $200 കൊണ്ട് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ വിദ്യാഭ്യാസം നടക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ല. നമ്മൾ $1 നമ്മൾ എപ്പോഴും ഓർക്കണം, $1 നമ്മൾ കൊടുത്താൽ ആ $1 കൊണ്ട് 2 നേരത്തെ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു കുടുംബത്തിന് ചിലപ്പോൾ അവിടുത്തെ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെയുള്ള ചാരിറ്റി ബോക്സിൽ ദയവ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും സംഭാവന എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം അതുകൊണ്ട് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ 10 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങൾക്ക് അതുകൊണ്ട് നടക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അതുപോലെ ഒരു റാഫിൾ ടിക്കറ്റ് ഇവിടെ ഉണ്ടാവും. ആ റാഫിൾ ടിക്കറ്റ് എടുത്ത് ഈ ചാരിറ്റി അത് 50-50 ആണ്. ആ ചാരിറ്റിക്ക് നിങ്ങൾ ഓരോരുത്തരും സംഭാവന ചെയ്യുകയാണ്. അത് മുഴുവനും പാവങ്ങളുടെ ഉപകാരങ്ങളും. ഞാനിനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇവിടെ പങ്കെടുത്ത ഓരോരുത്തർക്കും പിതാവാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ ആ തിരക്കുള്ള ജീവിതത്തിനിടയിൽ നിങ്ങൾക്കറിയാം, ഈ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മലങ്കര സമുദായം ചെയ്യുന്ന നന്മ, അവർ ചെയ്യുന്ന സേവനം, അത് നിങ്ങൾ ഓരോരുത്തരും കണ്ടില്ല. ഇവിടെ തോമസ് പ്രകാശിന്റെ നേതൃത്വത്തിൽ, ജോർജിന്റെ നേതൃത്വത്തിൽ നേരത്തെ വന്നു ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മുടെ നോബിയച്ചൻ, നമ്മുടെ സ്പിരിച്വൽ ലീഡറായ ഞങ്ങളുടെ നോബിയച്ചൻ എന്നും നമ്മുടെ തൊണ്ട് അതിനുള്ള സ്നേഹവും കടപ്പാടും പിതാവിനോട് ഇത്രയും തിരക്കുള്ള ജീവിതത്തിനിടയിൽ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഇന്ത്യ കാത്തലിക് അസോസിയേഷന് വേണ്ടിയിട്ട് വന്ന സമയത്തിന് ഞങ്ങളുടേതായ എല്ലാവിധ സ്നേഹവും എല്ലാവിധ കടപ്പാടും അതുപോലെ ഇവിടെ സ്പോൺസേഴ്സ് ആയിട്ട് വന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ജോയി മേക്കാട് ഇവിടെ വന്നിട്ടുണ്ട്, ജോയ്ഫുൾ ഹോം കെയറിൻ്റെത്. അതുപോലെ ഇവിടെ ഫ്ലയറിൽ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് വേണ്ടി പൈസ തന്ന ഓരോരുത്തരും ഇത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് എന്നുള്ള സത്യസന്ധമായ ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇതിനുള്ള തുകകൾ തന്നതും സഹായിച്ചതും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഓരോരുത്തർക്കും ഒരു ഇന്ത്യ
നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ചില വ്യക്തികൾ തന്നിട്ടുണ്ട്, ചിലർ ഇതിനു വേണ്ടിയിട്ട് ഈ സംഘടനയുടെ അംഗങ്ങളല്ലാത്ത ബേബിച്ചേട്ടൻ, ജോസഫ് തോമസ് എന്ന ബേബിച്ചേട്ടൻ ഒന്നും അറിയാതെ എന്നോട് പറഞ്ഞു, പാവങ്ങൾക്കല്ലേ എന്നാ എൻ്റെ $1000 എന്നാന്ന് പറഞ്ഞ് എഴുതി തന്നു, പാവങ്ങൾ കൊടുക്കാൻ. ഇങ്ങനെ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അവരോടുള്ള ഒന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഈ പ്രസ്ഥാനത്തിന് ഞാൻ 100% സത്യസന്ധമായിട്ട് പാവങ്ങൾക്ക് തന്നെ ഈ പണം എത്തും എന്ന് ഞാൻ പറയുന്നു. ഉറപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇന്ന് വന്ന ഈ സായാഹ്നത്തിൽ വന്നു ചേർന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.